നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് വരുന്നത് അതൊക്കെയാണ്. നമ്മുടെ ക്യാമറമാൻ ഒന്നും ഇവിടെ ഇല്ല, രണ്ടുപേരും ഇല്ല. എന്താന്ന് പറഞ്ഞാൽ അവരവർ നമ്മുടെ ഉമ്മാമാരുടെ വീട്ടിൽ പോയിട്ടാണ്. അതുകൊണ്ട് എഡിറ്റ് ഒക്കെ ചെയ്തത് ഞങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ അറിയോ? എങ്ങനെ ചെയ്യാം? അപ്പൊ നമുക്ക് പിന്നെ നമ്മുടെ മമ്മു എവിടെയെന്ന് ചോദിക്കും. മമ്മു ആണ് ഇപ്പൊ ക്യാമറമാൻ. മമ്മൂന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, നൂറ മമ്മു നടിച്ചത്. റിയൽ നെയിം BMW ആണ്. നൂറ മമ്മു നടിച്ച നമുക്കിത് കിട്ടും. ഒരു ബ്ലാക്ക് BMW കാറ് അവിടെ ഉണ്ട്. അത് നിങ്ങളൊന്ന് വന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സബ് ചെയ്യണേ, നമ്മുടെ വീഡിയോ സബ് ചെയ്യണേ. ഓക്കെ, അന്നേരം നമുക്ക് നമ്മുടെ കാർസ് എല്ലാം കാണിച്ചു തരാം. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, എൺപത്തി അത് സാധനം പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ബോയ്സിനെല്ലാം വികാരമായ ഹോട്ട് വീൽസ് റാമ്പാണ്. ഇത് പുതിയ സാധനമാണ്. പക്ഷെ അന്ന് ഞാൻ അൺബോക്സ് ചെയ്തപ്പോൾ എൻ്റെ അനിയൻ വന്ന് വലിച്ചു കീറി ഗൈസ്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ പുതിയ സാധനമാണ്, ഇന്നലെ വാങ്ങിച്ചതേ ഉള്ളൂ ഇത്. എന്നാലും നമുക്കിത് ഫിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. മനുഹയ്ക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് മനുഹയായിരിക്കും ചെറിയ ക്യാമറമാൻ. പിന്നെ ഗൈസ് ഇപ്പം ഞാൻ കാണിക്കുന്ന മറ്റേ കളിക്കുന്ന വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ട് തന്നേക്കാം. ഞങ്ങളിപ്പോൾ ഈ സമയമില്ല, അതുകൊണ്ട് ഞങ്ങൾ രാത്രി എങ്ങാനായിട്ട് ഇത് കളിക്കുന്ന വീഡിയോ ഇട്ട് തരുന്നത്. പറ്റുമെങ്കിൽ ഇപ്പം തന്നെ ഇട്ട് തരും. ഞങ്ങളിപ്പോൾ കളിക്കുന്ന ഇട്ട് തരും, അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ഇട്ട് തരും. സോ ഗൈസ് ഇത്രയും എൻ്റെ കാർസ് ഉണ്ട്. ഇത് ഭയങ്കര റെയർ കാർഡ്സാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇരിക്കുന്ന ഈ കാറും ആ കാറും എല്ലാം ഈ പകുതി 5 കാർസ് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ബാക്കിയെല്ലാം ഞാൻ വാങ്ങിച്ചതാണ് എൻ്റെ പൈസ കൊണ്ട്. ഇപ്പോൾ എൻ്റെ കുടുക്കയിൽ നിന്ന് ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പകുതി എൻ്റെ കാർസാണ്, ഞാൻ വാങ്ങിച്ചതാണ്. ഇതെല്ലാം എൻ്റെയാണ്. അന്നേരം നമുക്ക് ഇത്രയും കാർസ് കണ്ടല്ലോ. ഇനി നമുക്ക് റാമ്പ് സെറ്റ് ചെയ്താലോ. ഇനി മൻഹയായിരിക്കും വീഡിയോ എടുക്കുന്നത്, ഞാനല്ലായിരിക്കും. ഗൈസ് അന്ന് ഇതാണ് മാനുവൽ. എനിക്ക് വെക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ മാനുവൽ നോക്കിയായിരിക്കും വെക്കുന്നത്. ഗൈസ് വെയിറ്റ് ഓഫ് ചെയ്ത് ഗൈസ് ഞങ്ങൾ ഇത് വെച്ച് കാണിച്ചത്. ഇത് അത്യാവശ്യം വിലയുള്ള റാമ്പാണ്. എത്രാണ്ടോ 4000 എത്രാണ്ടോ 4 സംതിങ് ആണ്. 4 രൂപയല്ല ഗൈസ്, 4000 5000 റേറ്റ് ആണ്. ഇപ്പോൾ ദുബായിൽ നിന്ന് വാങ്ങിച്ചതാണ്, അതുകൊണ്ട് ഭയങ്കര റേറ്റ് ആയിരിക്കും. പക്ഷെ ഇത് വന്നിരിക്കുന്ന എവിടെ നിന്നാന്ന് ചോദിച്ചാൽ എൻ്റെ കണ്ട് പരിചയം മുംബൈയിലാണ്. ഈ ഒരു റേറ്റിനായിരുന്നു റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിലായിരുന്നു നമ്മൾ ഇത് അല്ല അത്രയും രൂപയ്ക്കാണ് ഞങ്ങൾ വാങ്ങിച്ചത്. നമുക്ക് ഫസ്റ്റ് അത് ഞങ്ങൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഗൈസ്. ഇതൊരു മാലയൊക്കെ പോലെ ഇരിക്കും. ശരിക്കും മാലയില്ല, ഇത് തന്നെ സെയിം ബ്ലൂവും ഇങ്ങനെ ബ്ലൂ കൊണ്ട് 2 ആൾക്കാർക്ക് കളിക്കാൻ പറ്റുന്നതാണ് ഈ റാമ്പ്. അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ വാങ്ങണമെങ്കിൽ നല്ല ബെസ്റ്റ് സാധനമാണ്. ഫസ്റ്റ് ലെവൽ ഇതാണ്. സെക്കൻഡ് പിന്നെ മോഡലും കൂടി ആക്കാൻ ഞങ്ങൾ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതെല്ലാം കൂടെ ലാസ്റ്റ് ആവുമ്പോഴാണ് എന്താവുന്നത്, ഈ റാമ്പ് ആവുന്നത്. ഫിറ്റ് ചെയ്യുവാണ്. പാടുള്ള സാധനമാണ്. പാടാണെങ്കിലും കളിക്കുമ്പോൾ ഇച്ചിരി നല്ലതാണ്. ഗേൾസിന് വലിയ സ്വർഗമൊന്നുമില്ല. ഗേൾസിന് ബാർബി സാധനങ്ങൾ ഞങ്ങൾ ഇനി കാണിച്ചു തന്നേക്കാം. ഇത് എനിക്ക് ഇഷ്ടം പോലെ ഇങ്ങനത്തെ ടോയ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഒരു ദിവസം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വേണം ഇട്ട് തരാം. ഷോർട്സ് ആയിട്ട് ഞങ്ങൾ ഇട്ട് തന്നിരിക്കും ഏത് ദിവസം. ഇപ്പൊ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾ വലിയ വീഡിയോ ആയിട്ട് ഇട്ട് തന്നേക്കാം. എന്താ ഗൈസ് നിങ്ങൾ നോക്കി ഇപ്പം എന്താ വന്ന് നിങ്ങൾ വീഡിയോസ് ഒന്നും ഇടാത്തത്. ഞങ്ങൾക്ക് എക്സാം ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ നല്ല വീഡിയോസ് ഒക്കെ ഇടും. വെക്കേഷൻ അല്ല ഇടുമായിരുന്നു. ഞങ്ങൾക്ക് ഇനി 3 എക്സാമുകൾ കഴിഞ്ഞാൽ, ഇതാണ് മെയിൻ പാർട്ട്. 3 എക്സാമും കൂടെ കഴിഞ്ഞാൽ നമുക്ക് എന്താവും നമ്മുടെ അവധി തുടങ്ങും. അപ്പം ഞങ്ങൾ നല്ല വീഡിയോസ് ഒക്കെ ഇടാം കേട്ടോ. അത് നമുക്ക് ഇത്രയും വലിയ സാധനമാണ്. ഇതിൽ നിങ്ങളിങ്ങനെ
കൂട്ടുകയും കുഴക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. സോ ഗൈസ് അപ്പം നമ്മൾ ഇത് ഫിറ്റ് ചെയ്ത് കാണിച്ചില്ലല്ലോ. ഇത് ഇനി ഇതും അതിന്റെ മണ്ടയ്ക്ക് ഇത് വെക്കുക. എന്നാലും നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇത് ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഇതൊരു വടി പോലത്തെ ഒരു സാധനം കാണും. വടി മീൻസ് ഞാൻ കാണിച്ചുതരാം. സ്റ്റാൻഡ് ഇതുപോലത്തെ ഒരു സാധനം കാണും. അതിനെ എടുത്ത് അതിനായിട്ട് ജോയിൻ ചെയ്യാം. അത്യാവശ്യം നല്ല പാടുള്ള സാധനങ്ങളാണ്. ഇത് ഫിറ്റ് ചെയ്യാൻ അത്യാവശ്യം നേരം എടുക്കും. സോ ഗൈസ് മമ്മു ഇന്നലെ സ്കൂളിൽ നിന്ന് വീണയാണ്. കണ്ടാൽ തോന്നും പൂച്ച മാന്തിയ പോലെ. ഒരു ചേട്ടനായിട്ട് വീണതാണ്. ആ ചേട്ടൻ്റെ കൈ ഫുള്ളും മുറിഞ്ഞ്. പിന്നെ എനിക്ക് വേറൊരു ആക്സിഡന്റ് പറ്റി. അതെന്ത് പറ്റിയാന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ മാങ്ങ വെക്കാൻ പോയതാണ്. വീണിട്ട് ഓടി വന്നു. ഈ റാമ്പും പിന്നെ ഇങ്ങനത്തെ വൈറ്റ് സാധനം അത് ഇങ്ങനെ വെച്ചിട്ട് ഹേ ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ. ദാറ്റ് ഇസ് നോട്ട് വൈറ്റ്. സോറി ഗൈസ്. ബ്ലൂ ഇതിങ്ങനെ എടുത്തിട്ട് ഈ ഭാഗം ഇത് ഇങ്ങനെ വെക്കണം. ഞങ്ങളിപ്പോൾ ഫണ്ണി വീഡിയോസ് ഒക്കെ വേണം ഇട്ട് തരാം നിങ്ങൾക്ക്. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഷോർട്സ് ഇടുന്നതാണോ നല്ലത് എന്ന് വെച്ചാൽ ഡാൻസ് ഇടുന്നതാണോ നല്ലത് ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നതാണോ നല്ലതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യട്ടോ. കാരണം ഗൈസ് ഒരെണ്ണം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഓറഞ്ച് കുട്ടനെ നമുക്ക് ഫിറ്റ് ചെയ്യാം. അത് നമുക്ക് ഇതിപ്പോൾ ഞങ്ങൾ ഫിറ്റ് ചെയ്ത് കാണിച്ചില്ല. ഇത് ഫിറ്റ് ചെയ്യാൻ അത്യാവശ്യം ബുദ്ധി വേണം. ഇതൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇച്ചിരി വിവരദോഷമൊക്കെ വേണം കേട്ടോ. പാട് ഇച്ചിരി സ്ട്രോങ് ആൾക്കാർക്കൊക്കെ പറ്റത്തുള്ളൂ. എന്നെ പോലെ എലുമ്പുലികൾക്കൊന്നും പറ്റത്തില്ല ഗൈസ്. അത്യാവശ്യം നല്ല ബുദ്ധിയൊക്കെ ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങള് നിങ്ങൾക്ക് ബുദ്ധിയില്ലെന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് നല്ല ബുദ്ധിയാണ്. യെസ്. BMW എന്ന് പറയുന്ന ചാനലിൽ നിങ്ങൾ എല്ലാം ഹാപ്പിയാണ്. 100 അടിച്ചെടുത്ത ബ്ലാക്ക് BMW ഒരു ഫോട്ടോ ആണ്. അത് ഇവന്റെ ചാനലാണ്. ഫുൾ ആണ് BMW. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, എല്ലാം ചെയ്യണം പ്ലീസ് ഗൈസ്. ഇത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ്. ഞാൻ ഒരു കാര്യം പറ്റേ, ഇവരുടെ അടുത്ത് നമ്മൾ പ്ലീസ് പറയണ്ട, ഇവര് നമുക്ക് തരും. നിങ്ങൾ എന്ത് വീഡിയോ ചെയ്യാൻ പറഞ്ഞാലും ഞങ്ങൾ ചെയ്തു തരാം. രണ്ട് സാധനങ്ങൾ ഞങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ ഇതിന്റെ ഇതാ ഫിറ്റ് ചെയ്തില്ല. ഇത് ഫിറ്റ് ചെയ്തില്ല. സോ ഗൈസ് നമുക്ക് ഇനി ഇതും കൂടെ ഫിറ്റ് ചെയ്യാം. ഇത് ഫിറ്റ് ചെയ്തിട്ട് ഇനി അയ്യോ എന്താണ് കാണിക്കുന്നത്? രണ്ട് സാധനങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൈ പിടിക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് വീട്ടിലേക്കുന്നത്. നമുക്ക് ഇനി ഇതിനായിട്ട് ഫിറ്റ് ചെയ്യാം, ജോയിൻ ചെയ്യാം. അതായത് ഗൈസ് നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം. ഇതെല്ലാം കാണിച്ചിട്ട് ഗൈസ് ഓക്കെ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതൊക്കെ പൊട്ടിയാൽ നല്ല വില കൊടുക്കേണ്ട സാധനങ്ങളാണ് ഗൈസ്. നമ്മുടെ ജീവൻ പൊട്ടിപ്പോവും. അത് നിങ്ങൾ ഒരിക്കലും ഹോട്ട് വീൽസ് എന്തെയ്യണ്ട, ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഹോട്ട് വീൽ ഇല്ലെങ്കിൽ നമുക്ക് ഈ റാമ്പോടെ ഇല്ല. ഈ റാമ്പ് വാങ്ങിയിട്ട് വെറുതെയാണ്. നമുക്ക് ഹോട്ട് വീലും ഹോട്ട് വീൽ കിട്ടും ഇതിന്റെ കൂടെ. അതൊന്ന് കാണിച്ചു കൊടുത്തേരി. ഇതിന്റെ മോഡൽസ് ഒക്കെ ഉണ്ടോ? ലാസ്റ്റ് പറഞ്ഞുതരാം. എല്ലാത്തിനെയും കാണിക്കട്ടോ, കാണിച്ചുതരാം. ഇതാണ് ഗൈസ് എനിക്ക് ഇതിന്റെ കൂടെ കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ മാമൻ ഗൾഫിൽ നിന്ന് വാങ്ങിച്ചത്. ഏത് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അങ്ങോട്ട് വാങ്ങിച്ചാന്ന് തോന്നുന്നു. ഞാൻ ചോദിക്കാം മാമൻ, എന്നിട്ട് നിങ്ങൾക്ക് വേണേൽ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ നമുക്ക് ഇത്ര ഫിറ്റ് ചെയ്ത് റാമ്പെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കളിക്കാം. വേറെ വീഡിയോ ആയിട്ട് കാണിക്കാം. ടൈമില്ല, ഞങ്ങൾക്ക് ട്യൂഷനും പോകണം. ഇത് എഡിറ്റ് ചെയ്തിടുമ്പോൾ തന്നെ വർഷമാവും. ജസ്റ്റ് ഗൈസ്, അത് ഇവനും എനിക്കും നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല. അപ്പം അയ്യോ ഗൈസ് എല്ലാം ഒടിച്ചാ. ഒന്ന് ട്രൈ ചെയ്ത് കാണിക്കാം.
ഈ കാർ എടുക്കാം അതോ F1 എടുക്കാം. ഓക്കെ, ഞാനൊരു ട്രൈ, ഇവനൊരു ട്രൈ. ഫസ്റ്റ് ഇവൻ ഇങ്ങനെ കളിക്കുന്നത് വെച്ചാൽ ഇതിങ്ങനെ താക്കുക, ഇതെല്ലാം ഇങ്ങനെ താക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതിങ്ങനെ തുറന്നു വെക്കും. ഇതിങ്ങനെ തുറന്നു വെച്ചാൽ ഇത് ഇവിടെ മുട്ടാതെ അങ്ങ് പോയാൽ കൂട്ടത്തില്ല. ഇവിടെ മുട്ടിപ്പോണം. ഇവിടെ ഇങ്ങനെ രണ്ടും മുട്ടിയിട്ട് പോയാലേ ഇവിടെ കൂട്ടത്തുള്ളൂ. ഇവിടെ ഇടിച്ചാലും പറ്റില്ല. ഇവിടെ ഇങ്ങനെ നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെ വർക്കാവുന്നത് നല്ല സ്പീഡ് കാണിച്ചു കൊടുക്കാം, ട്രൈ കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ വരുമ്പോഴാണ് ഇത് ക്ലോസ് ആവുന്നത്. പിന്നെ നമ്മുടെ കാർ വെക്കുന്ന ഇവിടെ അടിച്ച് കാണിച്ചു തരാം ഞാൻ. അയ്യോ ഗായ്സ്, അത് ഇച്ചിരി പവർ. ഇത് നല്ല കാറാണ്. എനിക്കിത് കണ്ടിട്ട് ഒരു ആട്ടുംകുട്ടിയെ പോലെ തോന്നുന്നു. അത് ഇപ്പം അടിച്ച് കാണിച്ചു തരാം. എൻ്റെ കൈ പോയിട്ടുണ്ട് ഇപ്പം അടിച്ചിട്ട്. കണ്ടോ ഗായ്സ്, മുട്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ അടിച്ചില്ല. വേണ്ട, മാറ്റി ഓണം പുറത്ത്. വേണ്ട ഗായ്സ്, കണ്ടോ ഇപ്പം കാണിച്ചു തരാം ഞാൻ. ഞാൻ കാണിച്ചു ഇപ്പൊ ഇങ്ങനെ എറിഞ്ഞു കൊടുത്താണ് ഇങ്ങനെ അങ്ങ് മുട്ടിച്ചോളൂ. ഞാൻ കാണിച്ചു. ഇതാ നോക്ക്, ഇതാകുമ്പോ നമ്മള് കാറും നേരെ ഇരിക്കും. നല്ല രസം. അടുത്ത ഞാൻ എൻ്റെ ഡ്രൈവിംഗ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഈ കാറാണ് ഞാൻ നിങ്ങൾ മൻഹായ കണ്ടില്ലെന്ന് വേണ്ട. ഈ കാറാണ് ചോദിച്ചത്. നിങ്ങൾ പറ, മൻഹാനാണോ ഇഷ്ടം എല്ലാവർക്കും, നഹാനാണോ, അങ്ങനെയൊന്നും ഇല്ല, മമ്മൂന്നാണോ? ഞാൻ ഈ കാർ ഇവിടെ വെച്ചിട്ടുണ്ട്. കമന്റിൽ പറയണേ. അയ്യോ ഗൈസ്, പവർ മൻഹാക്ക് പറ. അരം ഗായ്സ്, ടാറ്റാ.